എല്ലാ സീസണിലും ബിഗ് ബോസിൻ്റെ എല്ലാ സീസണിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടാവും. അപ്പോൾ സീസൺ 4 അച്ഛന് ആദ്യത്തെ അറ്റാക്ക് വന്നു, 5 രണ്ടാമത്തെ മേജർ അറ്റാക്ക് വന്നു, 6 വലിയ പ്രശ്നങ്ങളൊന്നും 6 പ്രശ്നങ്ങളുണ്ടായോ? ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ 7 തുടക്കം തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റാർക്കും അല്ല, എൻ്റെ റൂബിക്കാണ്. റൂബിക്ക് ഒട്ടും വയ്യ, സുഖമില്ല. ഇപ്പോഴാണൊന്ന് എണീറ്റ്. നമ്മൾ മരുന്ന് കൊടുത്തു, അവളെ വൃത്തിയാക്കി. അവളുടെ കൈ രണ്ടും ഭയങ്കര സ്വെല്ലിങ് ഉണ്ട്. ആ സ്വെല്ലിങ് വൂണ്ടായി, ഭയങ്കര വയസ്സായി കേട്ടോ. 9 വയസ്സായി കാണും അല്ലേ ഷെബി? 9 വയസ്സായി, പ്രായമായി റൂബിക്ക്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ വെച്ചിട്ട് കൈ മുട്ട് രണ്ടും ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷനായിട്ട് ഇങ്ങനെ വീർത്തിട്ടത് പൊട്ടി. എന്നിട്ട് ഇപ്പം മരുന്ന് ആൻറ്റിബയോട്ടിക്കിലാണ്. സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് അവൾ ആൻറ്റിബയോട്ടിക്കിലാണ്. കഞ്ഞിവെള്ളമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. കഞ്ഞിവെള്ളമാണ് പാവത്തിന് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ കഷ്ടം. ഇപ്പം ഇത്രയും ഇതായിട്ട് തല പൊക്കി ഇങ്ങനെ നോക്കുന്നു. ഇപ്പോഴാണ് തല പൊക്കുന്നതെന്ന്. ഇവരെ കിടപ്പായിരുന്നു. ഭയങ്കര എപ്പോഴും എനിക്ക് ബിഗ് ബോസിന്റെ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അവള് കുറച്ചൊന്ന് മരുന്നിട്ട് കൊടുത്തല്ലേ, പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണം. മുട്ട് രണ്ടും ഇങ്ങനെ ഭയങ്കര വേദനയും ബ്ലീഡിങ് ഒക്കെ വന്നിട്ട് ഇപ്പൊ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് രാവിലെ ഫുൾ ഛർദിച്ച് ഒരു ഫുഡ് കൊടുക്കുന്നില്ല, കഞ്ഞിവെള്ളം മാത്രം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ റിവ്യൂ എടുത്തു കഴിഞ്ഞ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ലൈവ് അപ്ഡേറ്റ് ഒക്കെ തന്നിട്ട് വന്നിരിക്കുക ഇവിടെ. എനിക്കൊരു പിടിയും ഇല്ല എന്താവും എന്നുള്ളത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ റൂബിക്ക് വേണ്ടിയിട്ട്. റൂബിച്ചി ഓ ഓ ഓ ബിഗ് ബോസിൽ ഇതുപോലത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു. എൻ്റെ പേരെന്തായിരുന്നു? നല്ലൊരു പേരായിരുന്നു. ഏതൊരു സമയത്ത് പട്ടീനെ കയറ്റി വിട്ടു. അതേ മറ്റേ ഏത് പട്ടിയായിരുന്നു അത്? നമ്മുടെ മറ്റേ ബ്രൗൺ കളർ എന്താണ്, വേറെ ഒരെണ്ണം ഉണ്ടല്ലോ, പേരും കിട്ടും. അല്ലാ, എന്തൊക്കെ പേരുകളായി പറയും. എടാ സാധാ പട്ടി അവിടെ ഇവിടെയൊക്കെ ഉള്ള എല്ലാ വീടുകളിലും ഉള്ള പറ്റി ബോ 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 എന്ന് കുറയ്ക്കുന്നത്. അയ്യോ സോറി, സാധാ നല്ല പട്ടി, നല്ല നാടൻ പട്ടി അല്ല. ലാബാണോ റിട്രീവർ ആണെന്ന് അറിഞ്ഞു കേട്ടാ. റിട്രീവർ ആണ് കേട്ടാ ബിഗ് ബോസിൽ കയറ്റി വിട്ടത്. റിട്രീവർ ആണ്. അതിന് അതിൻ്റെ അപ്പി എടുക്കുക, അതിൻ്റെ ഭക്ഷണം കൊടുക്കുക, അപ്പി എടുക്കലാണ് മെയിൻ പരിപാടി. അതൊക്കെ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസിന്റെ ദൗത്യങ്ങളാണ്, അവരുടെ വർക്കാണ് അതിൻ്റെ അപ്പി എടുക്കലൊക്കെ. അങ്ങനെ ഒരാഴ്ച ഉണ്ടായിരുന്നു. പിന്നെ അതിന് മൂഡ് സ്വിങ്സ് ഒക്കെ വന്നു തുടങ്ങി. കാര്യം ഈ അടഞ്ഞ ഏരിയയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ കാര്യം പിന്നെ പറയണ്ട. അപ്പൊ പിന്നെ ഈ മിണ്ടാപ്രാണികളുടെ കാര്യം പറയണ്ട. അപ്പൊ അതിന് മൂഡ് സ്വിങ്സ് ഒക്കെ വന്ന് അതിനെ പിന്നെ പറഞ്ഞു വിട്ടു കേട്ടോ. പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര രസമൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു ആൾക്കാർ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് ഭയങ്കര ഒരു റിലീഫായിരുന്നു ഈ പട്ടി അതിനകത്ത് വന്നപ്പോഴും. ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലെ പട്ടിക്കഥ ബിഗ് ബോസിലും ഉണ്ടായിരുന്നു. ഹിന്ദിയിലാണ് കേട്ടോ, ഹിന്ദിയിൽ. അപ്പം അങ്ങനെ ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് കുറച്ചൊരാശ്വാസമുണ്ട്. രാവിലെ ഞാൻ വിചാരിച്ചു മിക്കവാറും നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ പോകണം. ഇനി എങ്ങാനും ഇപ്പം വ്യത്യാസം എങ്ങാനും കൂടിയാൽ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് വീക്ക്നെസ് ഒന്നുമില്ല. പക്ഷെ തിരിച്ച് ആശുപത്രി കൊണ്ടുപോയി വരും. അത് നിങ്ങളെ ഞാൻ അറിയിക്കാം എന്താണെന്നുള്ളത്. അപ്പം എന്തായിരുന്നാലും ഞാൻ പോട്ട് ലൈവിൽ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇനി അതിന് പോയിട്ട് എഴുതി വെക്കട്ടെ. ഇനി അപ്ഡേറ്റിലൊക്കെ ടാസ്കൊക്കെ അവർ അറിഞ്ഞല്ലോ. ടാസ്കിലൊന്നും അത് ഞാൻ എൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം. നമ്മുടെ ആദ്യത്തെ പണിപ്പുര ടാസ്കിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം.